രാജ്യം ഉറ്റുനോക്കുന്ന ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയത് 64.86% പോളിംഗ്. അന്തിമ കണക്കുകൾ വരാനിരിക്കെ ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ വർധനവിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 63.9% രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം. ഇക്കുറി ഇത് മറികടക്കുമെന്ന് വൈകിട്ടോടെ തന്നെ ഉറപ്പായിരുന്നു. ആകെ 43 മണ്ഡലങ്ങളിലേക്കാണ് ജാർഖണ്ഡിൽ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. ലോഹർദാഗ 73.21%, ഹസാരിബാഗ് 59.13%, സൈറൈകൈല ഗർസവൻ 72.19%, ഗുംല 69.1%, സിംഡെഗ 68.66%, ഗുന്തി 68.36%, ഗർവ 67.35%, ലത്തേഹാർ 67.16% എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനം. അതിൽ ലോഹർദർഗ തന്നെയാണ് പട്ടികയിൽ മുന്നിലുള്ളത്. അന്തിമ കണക്കുകൾ വരുമ്പോൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായേക്കാമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റുകളുടെ ഭീഷണിയിലും ബഹിഷ്കരണ ആഹ്വാനത്തിലും തളരാതെ ജാർഖണ്ഡിലെ നക്സൽ ബാധിത പ്രദേശങ്ങളിലെ വോട്ടർമാർ സധൈര്യം വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തുകളിൽ അണിനിരന്നു എന്നതാണ് ഇത്തവണത്തെ ശ്രദ്ധേയമായ ഒരു കാര്യം. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ ആദിവാസി ജനസംഖ്യയുള്ള എല്ലാ ജില്ലകളിലും മികച്ച രീതിയിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടന്നതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. സംസ്ഥാനത്താകെ ഉത്സവ പ്രതീതി നിലനിർത്തിക്കൊണ്ടാണ് വോട്ടെടുപ്പ് നടന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബുധനാഴ്ച വൈകിട്ട് പറഞ്ഞിരുന്നു. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുന്നവരിൽ മുൻ മുഖ്യമന്ത്രി ചമ്പായി സോറൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. ആദിവാസി വിഭാഗത്തിന് ആധിപത്യമുള്ള തെക്കൻ ഛോട്ടാ നാഗ്പൂർ, വടക്കൻ പലാമു, കോൽഹാൻ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത് നിലനിൽക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ 20-നാണ്. തിരഞ്ഞെടുപ്പ് ഫലം നവംബർ 23-ന് അറിയാം. സംസ്ഥാനത്ത് ആകെ 81 നിയമസഭാ സീറ്റുകളാണ് നിലവിലുള്ളത്. ഇതിൽ 43 എണ്ണത്തിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. ശേഷിക്കുന്ന 38 സീറ്റുകൾ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടും. സംസ്ഥാനത്ത് ഭരണകക്ഷിയായ JMM, കോൺഗ്രസ് സഖ്യം നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും BJP നേതൃത്വം നൽകുന്ന NDAയും തമ്മിലാണ് പ്രധാന പോരാട്ടം. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുക എന്നതാണ് JMM ലക്ഷ്യമിടുന്നത്. മറുവശത്ത് ഭരണം പിടിച്ചെടുക്കുകയാണ് NDAയുടെ ശ്രമം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് BJP പറയുന്നത്. പ്രധാനപ്പെട്ട 25 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് NDA നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തുന്ന നുഴഞ്ഞുകയറ്റക്കാരെ തടയുമെന്നതടക്കമുള്ളതാണ് NDAയുടെ വാഗ്ദാനം. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ ആദിവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും BJP ഉറപ്പു നൽകുന്നുണ്ട്. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 33% സംവരണം എന്നതാണ് ഭരണകക്ഷിയായ JMMന്റെ പ്രധാന വാഗ്ദാനം. കൂടാതെ വിദ്യാഭ്യാസം, കൃഷി, ആദിവാസി അവകാശങ്ങൾ എന്നിവയുൾപ്പെടെ 9 മേഖലകളിൽ പ്രകടന പത്രിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 250 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ്, 1 വർഷത്തിനകം ഒഴിവുള്ള സർക്കാർ തസ്തികകൾ നികത്തൽ എന്നിവയാണ് കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനം.